നമസ്കാരം. 2019 രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേൽക്കുമ്പോൾ അതുവരെ പാർട്ടിയുടെ ചാണക്യനായിരുന്ന അമിത്ഷാ മന്ത്രിസഭയിലേക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലേക്കും വന്നതിനു പിന്നിൽ രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, ജമ്മു കശ്മീരിലെ ഇസ്ലാമിക തീവ്രവാദം അവസാനിപ്പിക്കുക. രണ്ട്, ഏതാണ്ട് അരഡസനിലധികം സംസ്ഥാനങ്ങളെ അതിഭീകരമായി തന്നെ ബാധിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം അവസാനിപ്പിക്കുക. ഈ രണ്ട് ഉദ്ദേശങ്ങളാണ് അമിത്ഷായ്ക്ക് ഉണ്ടായിരുന്നത്. ഇതിലാദ്യത്തെ ലക്ഷ്യം കശ്മീരിലെ ഭീകരവാദം അവസാനിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു. അതിന് ഒരു നിയമനിർമ്മാണമടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ വളരെ ഭംഗിയായി തന്നെ അമിത്ഷാ നിർവഹിച്ചു എന്ന് തന്നെ പറയാം. 2019 കശ്മീരിനെ നൽകിയിരുന്ന പ്രത്യേക പദവി, 370 വകുപ്പിലൂടെ നൽകിയിരുന്ന പ്രത്യേക പദവി, ആ പദവി എടുത്തു കളയുകയും കശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുന്നതോടുകൂടി കശ്മീരിൽ തീവ്രവാദ പ്രവർത്തനം അവസാനിക്കുകയായിരുന്നു. പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി പാകിസ്ഥാൻ ആളും അർത്ഥവും നൽകി സഹായിച്ചു കൊണ്ടിരുന്ന കശ്മീരിലെ ഭീകരവാദം പിന്നീട് ഓരോ ദിവസം ചെല്ലുന്തോറും അതിൻ്റെ ശക്തി ക്ഷയിച്ചു വന്ന് ഇല്ലാതാകുന്നതാണ് കണ്ടത്. പിന്നീട് മറ്റേതൊരു സംസ്ഥാനത്തെയും പോലെ കശ്മീർ മാറി. കശ്മീരിലേക്ക് മുമ്പ് അവിടെയുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ഓടിച്ചുവിട്ട കശ്മീരി പണ്ഡിറ്റുകളടക്കം തിരിച്ചു വന്നു. ഇസ്ലാമിക ആഘോഷങ്ങൾ മാത്രമല്ല, ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും സിഖുകാരൻ്റെയും ആഘോഷങ്ങൾ ഇന്ന് മത ആചാരപ്രകാരം തന്നെ കശ്മീരിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല, പതിറ്റാണ്ടുകളോളം അവിടെ ഇല്ലാതിരുന്ന സിനിമാ തിയേറ്ററുകളെല്ലാം 30 വർഷത്തിന് ശേഷം തുറന്നു പ്രവർത്തിക്കുന്നതെല്ലാം നമ്മൾ കണ്ടു. ഇപ്പോഴുള്ളത് ഏതാനും ചില പൊട്ടലും ചീറ്റലും ഞരക്കങ്ങളും മാത്രമാണ്. അതൊഴിച്ചാൽ കശ്മീർ പൊതുവെ സമാധാനപരം എന്ന് തന്നെ പറയാം. അതിനുശേഷം അമിത്ഷാ ലക്ഷ്യം വെച്ചത് ഈ രാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങളെ ബാധിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം, മാവോയിസം, നക്സലിസം ഇതിനെയൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കശ്മീരിൽ നഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ജീവനുകൾ സൈനികരുടെ ആയിക്കോട്ടെ സിവിലിയന്മാരുടെ ആയിക്കോട്ടെ ഈ മാവോയിസ്റ്റ് ഭീകരവാദം കാരണം ഇന്ത്യയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ മാവോയിസ്റ്റ് എന്തു വില കൊടുത്തും അവസാനിപ്പിക്കാൻ അമിത്ഷാ തീരുമാനിക്കുകയായിരുന്നു. വിദേശ കരങ്ങൾ, ചൈനയുൾപ്പെടെയുള്ള വിദേശ കരങ്ങൾ ഈ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് നമ്മൾ നേരത്തെ കണ്ടറിഞ്ഞതാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി അമിത്ഷാ ഈ മാവോയിസ്റ്റുകളെ ഒതുക്കുന്നതിനായി പ്രത്യേക പദ്ധതി തന്നെ ആവിഷ്കരിച്ച് നടപ്പിലാക്കി മുന്നോട്ട് പോയി. ഇപ്പോൾ എന്ന് ഈ തീവ്രവാദം രാജ്യത്ത് അവസാനിപ്പിക്കാം എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അമിത്ഷാ. അതായത് കഴിഞ്ഞ ദിവസം റായ്പൂരിൽ ഇൻ്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഒരു യോഗത്തിന് ശേഷമാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത്. ഇൻ്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വിവിധ സംസ്ഥാനങ്ങൾ, മാവോയിസ്റ്റ് തീവ്രവാദം ബാധിച്ചിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. മാവോയിസ്റ്റുകൾക്കെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ്. ഇത് കൃത്യമായി കേന്ദ്ര സർക്കാർ മോണിറ്റർ ചെയ്യുന്നതാണ്. ഈ സംസ്ഥാനങ്ങളുടെ ചീഫ് സെക്രട്ടറിമാർ, പോലീസിലെ ഡയറക്ടർ ജനറൽമാർ, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, കേന്ദ്ര പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥൻ, ഇവരൊക്കെയാണ് ഈ കമ്മിറ്റിയിലുള്ളത്. ഈ കമ്മിറ്റി കഴിഞ്ഞ ദിവസം റായ്പൂരിൽ നടന്ന യോഗത്തിൽ വളരെ വിശദമായി തന്നെ മാവോയിസ്റ്റുകൾക്കെതിരെ നടക്കുന്ന നീക്കങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയും പുതിയ തന്ത്രങ്ങൾ പലതും ആവിഷ്കരിക്കുകയും ചെയ്തു. അതായത് പല സംസ്ഥാനങ്ങളിൽ നിന്നും, ആന്ധ്രാപ്രദേശ് പോലുള്ള, മഹാരാഷ്ട്ര, ഒഡീഷ, അതുപോലെ തന്നെ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ഇതുപോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം മാവോയിസ്റ്റ് ഭീകരവാദത്തെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അവസാന ഘട്ടത്തിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തന്ത്രങ്ങൾക്ക് അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള തന്ത്രങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഏറ്റവും അവസാന ഘട്ടം അത് ആരംഭിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 2026 മാർച്ചോടുകൂടി, അതായത് 2 വർഷത്തിനുള്ളിൽ 2026 മാർച്ചോടുകൂടി ഭാരതത്തിൽ നിന്നും മാവോയിസ്റ്റുകളെയും നക്സലൈറ്റുകളെയും കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികളെയും ഇല്ലാതാക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമിത്ഷാ. കഴിഞ്ഞ ദിവസം നടന്ന ഈ യോഗത്തിന് ശേഷം വാർത്താലേഖകരെ കാണുമ്പോഴാണ് അദ്ദേഹം ഈ തീയതി അടക്കം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയത്. അതായത് 2004 മുതൽ 2014 വരെ രാജ്യത്ത് 16,463 മാവോയിസ്റ്റ് റിലേറ്റഡ് ഇൻസിഡൻറ്റുകൾ ഉണ്ടായി. എന്ന് പറഞ്ഞാൽ മാവോയിസ്റ്റ് ആക്രമണങ്ങളുണ്ടായി. 7,744 നക്സൽ ആക്രമണങ്ങളും രാജ്യത്ത് നടന്നു.
പക്ഷേ ഇതും 53% കുറവാണ് എന്നാണ്. അതിന് മുന്നേയുള്ള 10 വർഷത്തെ കണക്കുകൾ എടുത്താൽ 53% കുറവാണ് എന്നാണ് ഈ അമിത്ഷാ പറഞ്ഞത്. മാത്രമല്ല 2004 മുതൽ 2014 വരെ 6617 പേർ ഈ സൈനികരും അതുപോലെ തന്നെ സിവിലിയന്മാരുമായി 6617 പേർ മരിച്ചു ഈ മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ എന്നതാണ് കണക്ക്. എന്നാൽ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 2014 മുതൽ 2024 വരെ ഈ മരണസംഖ്യ 2004 കുറയ്ക്കാൻ സാധിച്ചു. അതായത് 70%-ലേറെ കുറയ്ക്കാൻ സാധിച്ചു എന്ന് അമിത്ഷാ വിലയിരുത്തുന്നുണ്ട്. മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ മരണപ്പെടുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംഖ്യ 73% കുറഞ്ഞു. സാധാരണ ജനങ്ങളുടെ സിവിലിയന്മാരുടെ മരണസംഖ്യ 63% കുറയ്ക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല രാജ്യമെമ്പാടും മാവോയിസ്റ്റുകളും നക്സലൈറ്റുകളും രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സാമ്പത്തിക ഇക്കോസിസ്റ്റം, അവർക്ക് പണം എത്തുന്നത് എങ്ങനെയാണ്, അവർക്ക് ആയുധങ്ങൾ എത്തുന്നത് എങ്ങനെയാണ്, ഇതിനൊക്കെ ഒരു സംവിധാനം അവർ ഈ രാജ്യത്ത് ഏർപ്പെടുത്തിയിരുന്നു. ഈ സംവിധാനങ്ങൾ പൊളിച്ചു കളയാൻ സർക്കാരിന് സാധിച്ചു. അതിന് കേന്ദ്ര ഏജൻസികളായ NIA-യുടെയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും പങ്ക് വലുതാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമിത്ഷാ. അതുകൊണ്ട് തന്നെ മാവോയിസ്റ്റുകളെ ഇല്ലാതാക്കാൻ കൃത്യമായ തീയതികളടക്കം പ്രഖ്യാപിച്ച് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.